നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. ആ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് എ ഹെക്സഗണൽ പ്രിസം ഓഫ് ബേസ് സൈഡ് 20 mm and axis length 50 mm when it rest on VP on one of its base edges and the axis is inclined 35 degree to the VP and parallel to the ground. നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത ആ വീഡിയോയുടെ അതേ പ്രോബ്ലം തന്നെയാണ്. ആ വീഡിയോയിൽ എന്തായിരുന്നു, സോളിഡ് എച്ച് പിയിലായിരുന്നു റെസ്റ്റ് ചെയ്യുന്നത്, എന്നാൽ ഇതിനകത്ത് സോളിഡ് വി പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളുടെ സോളിഡ് ഹെക്സഗണൽ പ്രിസമാണ് ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത്. ഹെക്സഗണൽ പ്രിസം ഇങ്ങനെയല്ല റെസ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ റെസ്റ്റ് ചെയ്താൽ എന്താണ്, അത് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മളുടെ ക്വസ്റ്റ്യൻ അത് ഹെക്സഗണൽ പ്രിസം വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹെക്സഗണൽ പ്രിസം ഇങ്ങനെ വേണം ഇരിക്കാൻ, വി പിയിൽ ഇങ്ങനെ ഇരിക്കുക. സോ നമ്മൾ ആദ്യം ഏത് വ്യൂ വരയ്ക്കും, വി പിയിൽ നമുക്ക് കിട്ടുന്ന വ്യൂ ഏതാണോ ആ വ്യൂ. സോ വി പിയിൽ ഏതാണ്, ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് വി പിയിൽ കിട്ടുന്നത്. സോ വെർട്ടിക്കൽ പ്ലെയിൻ XY ലൈനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മുകളോട്ട് മാറി നമ്മൾ ഈ ഒരു ഫിഗർ വരയ്ക്കുക, ഒരു ഹെക്സഗൺ വരയ്ക്കുക. അതിനുശേഷം അതിൽ നിന്നും ടോപ്പ് വ്യൂ പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു രീതിയിലേ ഹെക്സഗൺ വെക്കാവൂ. കാരണം ഈ സോളിഡ് എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്, വി പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, ഓക്കെ. പക്ഷേ എന്നാൽ പോലും സോളിഡ് അതിൻ്റെ ഒരു ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. സോ ആ ബേസ് എഡ്ജ് വലതുവശത്ത് വരത്തക്ക രീതിയിൽ വേണം നമുക്ക് സോളിഡ് റെസ്റ്റ് ചെയ്യാൻ. അതായത് ഇങ്ങനെ വെക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോറി, ഈ രീതിയിൽ വെക്കരുത്. ഈ രീതിയിൽ വെച്ചാൽ വലത്തോട്ട് ടിൽറ്റ് ചെയ്താൽ ബേസ് കോർണറായി പോവും. നമുക്ക് വേണ്ടത് ബേസ് എഡ്ജാണ്. സോ ഈ രീതിയിൽ വെക്കുക, ഓക്കെ. സോ നമുക്ക് വരച്ച് തുടങ്ങാം. ആദ്യം നമ്മളൊരു XY ലൈൻ വരയ്ക്കുക. നമ്മൾ XY ലൈൻ വരച്ചു. അതിനുശേഷം ഹെക്സഗണൽ പ്രിസം എവിടെയാണ് വെച്ചിരിക്കുന്നത്, റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ VP എന്നാണ് പറയുന്നത്. സോ വെർട്ടിക്കൽ പ്ലെയിനിലാണ് സോളിഡ് വെക്കുന്നത്. സോ ആദ്യം നമ്മളുടെ വ്യൂ ഏതായിരിക്കണം, ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സോ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോളിഡിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രയൊക്കെയാണ് ഡയമെൻഷൻ ഓഫ് ദി സോളിഡ്? ബേസിൻ്റെ ലെങ്ത് 20 mm ആണ്. സോ നമ്മൾ 20 mm ലെങ്ത് ഉള്ള ഒരിത് വരയ്ക്കണം. സോ 20 mm, അതായത് 2 cm എടുക്കുക. അതിനുശേഷം 2 cm എടുത്തു. അതിനുശേഷം ഹെക്സഗൺ അവിടെ വെച്ചതിന് ശേഷം 120 ഡിഗ്രി ഇങ്ങോട്ട് എടുത്തു. 120 ഇപ്പറേന്ന് 120 എടുക്കുക. 120 സ്കെയിൽ എടുക്കുക. ടു സെൻറ്റിമീറ്റർ അങ്ങോട്ട് എടുത്തു. സെൻറ്റിമീറ്റർ, ഓക്കെ. അതിനുശേഷം വീണ്ടും പ്രൊട്രാക്ട് എടുക്കുക. വൺ ട്വൻറ്റി അതിനുശേഷം ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. സോ നമ്മൾ പെൻറ്റഗൺ വരച്ചു. അതിനുശേഷം നമ്മൾ നെയിം ചെയ്യുക. പെൻറ്റഗണിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നെയിം ചെയ്യാം. ഫ്രണ്ട് വ്യൂ ആയത് കാരണം A', B',
സി ഡാഷ്, ഡി ഡാഷ്, ഇ ഡാഷ്, എഫ് ഡാഷ്. ഇത് നമ്മൾ ആ സോളിഡ് വയ്ക്കുമ്പോൾ ആദ്യം കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ഫേസ് ആണ് ABCDEF വരെ ഉള്ളത്, ഫ്രണ്ടിൽ കാണുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് കാണുന്ന ഫേസ്, ബാക്കിൽ, അതായത് ഈ ഒരു ഹെക്സഗണൽ ഫേസ് തന്നെ ബാക്കിലും ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതും. പി ഡാഷ്, ക്യൂ ഡാഷ്, ആർ ഡാഷ്, എസ് ഡാഷ്, ടി ഡാഷ്, യു ഡാഷ്. ഇത് ആ സെയിം ഹെക്സഗണൽ ഫേസ് ബാക്കിലുള്ളത്. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക. ടോപ്പ് വ്യൂ വരയ്ക്കാൻ എളുപ്പമാണ്. ഫ്രണ്ട് വ്യൂവിൽ നിന്നും താഴോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ നമുക്ക് ടോപ്പ് വ്യൂ നോക്കുക. ലൈറ്റായിട്ട്, വളരെ ലൈറ്റ് ആയിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ആ പ്രൊജക്ഷൻ ലൈൻസ് നമ്മൾ കാണുക പോലും വേണ്ട, അത്ര ലൈറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്ഷൻ ലൈൻസ് താഴോട്ട് പോകും. ഇനി സോളിഡിൻ്റെ ലെങ്ത് നമുക്ക്, ഹൈറ്റ് നമുക്ക് അറിയാൻ നമുക്ക് 50 മില്ലിമീറ്റർ ആണ്. സോ നമുക്ക് 50 അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ എടുക്കുക. 5 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ സോളിഡ് വരയ്ക്കുക. ഡാർക്ക് ആക്കുക. നമുക്ക് വിസിബിൾ ആയിട്ട് കാണുന്നതെല്ലാം നമ്മൾ ഡാർക്കായിട്ട് വരയ്ക്കുക. ഒബ്സർവർ മോളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പോൾ സോളിഡ് ഇരിക്കുന്നത്. മോളിൽ നിന്ന് നോക്കുമ്പോൾ ഒബ്സർവറിന് ഈ എഡ്ജ് കാണാം, ഈ എഡ്ജ് കാണാം, ഈ ഒരു എഡ്ജ് കാണാം. ഓക്കെ, അതാണ് നമ്മളിവിടെ 3 എണ്ണമായിട്ട് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നെയിം ചെയ്യുക. വീണ്ടും നെയിം ചെയ്യുക. നോക്കുക, ഈ കാണുന്ന ഫേസ് എന്ന് പറയുന്നത് നമ്മളുടെ ഹെക്സഗണിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഹെക്സഗണൽ ഫേസ് ആണ്. ഒന്നുകൂടെ ബോക്സ് കാണിക്കാം. ഇതാണ് നമ്മളുടെ ബോക്സ്. ഈ ബോക്സിൽ ഈ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഫ്രണ്ടിലത്തെ ഹെക്സഗണൽ ഫേസിൻ്റെ ടോപ്പ് വ്യൂ ആണ്. സോ ആ ഹെക്സഗണൽ ഫേസിൻ്റെ, അതായത് നമ്മൾ ABCDEF വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. അതുപോലെ ഈ ഹെക്സഗണിൻ്റെ ബേസിൽ കാണിക്കേണ്ടതാണ് PQRS TUV വരെയുള്ള ഭാഗങ്ങൾ. സോ ശ്രദ്ധിക്കുക. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യം നമുക്ക് കാണുന്നത് ഫ്രണ്ട് ഫേസിൻ്റെ ABCDEFൻ്റെ എ ഡാഷ്. നമുക്ക് എ ഡാഷ് അല്ല, ടോപ്പിൽ വരുമ്പോൾ എ എന്നാണ് പറയുക. എ ആദ്യം കാണാം. എയുടെ തൊട്ട് താഴെയാണ് ബി ഉള്ളത്. അപ്പോൾ മോളിൽ നോക്കുമ്പോൾ എ ആദ്യം കാണാം, ബി ബ്രാക്കറ്റിൽ കാണാം. ഇവിടെ എത്തുമ്പോഴോ എഫ് ആദ്യം കാണാം, സി ബ്രാക്കറ്റിൽ കാണാം. ഇവിടെ എത്തുമ്പോഴോ ഇ ആദ്യം കാണാം, ഡി അതിൻ്റെ ബ്രാക്കറ്റിൽ കാണാം. ഈ സെയിം ഇവിടെയും പറയാം. ബേസ് ആകുമ്പോഴോ പി ആദ്യം കാണാം, ബ്രാക്കറ്റിൽ ക്യൂ കാണാം. ഇവിടെ ആകുമ്പോഴോ യു ആദ്യം കാണാം, ബ്രാക്കറ്റിൽ ആറ് കാണാം. ഇവിടെ ടി ആദ്യം കാണാം, ബ്രാക്കറ്റിൽ എസ് കാണാം. ഇത് നിങ്ങൾ വരച്ച് തന്നെ പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ നെയിമിങ് മനസ്സിലാവും. ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? സോളിഡ്. ഇപ്പം നമ്മൾ സിമ്പിൾ പൊസിഷൻ വരച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ് വേണ്ടത്? സോളിഡ് ടിൽറ്റ് ചെയ്തിട്ടുള്ള പൊസിഷൻ വേണം. അതായത് എങ്ങനെ ടിൽറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്? സോളിഡ് വേണ്ട ഈ ഒരു ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ മാത്രമല്ല, ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 35 ഡിഗ്രി വിത്ത് VP. വെർട്ടിക്കൽ പ്ലെയിനായിട്ട് ആക്സിസ് 35 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യണം. സോ ഈ സോളിഡ് വരച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറി ഒരു പോയിന്റ് എടുക്കുക. ഓക്കെ, ഒരു പോയിന്റ് എടുത്തു. പ്രൊട്രാക്ടർ വെക്കുക. അതിനുശേഷം 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. 35 ഡിഗ്രി ആംഗിളിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം റഫായിട്ട് ഒരു ലൈൻ അങ്ങ് വരച്ചിട്ടേക്കുക. ഓക്കെ, അപ്പം ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആക്സിസ് ആണ് 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഇരിക്കുന്നത്. ആക്സിസ് ഓഫ് ദ സോളിഡ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ
35 ഡിഗ്രി. കണ്ടോ, ഇതാണ് സോളിഡിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ആക്സിസ് ഇരിക്കുകയാണ്. ഇനി സോളിഡ് ചെരിച്ച് ഈ ആക്സിസിൽ വരയ്ക്കുക. ഈ ആക്സിസ് എന്ന് ഉദ്ദേശിക്കുന്നത് സോളിഡിൻ്റെ ഈ എഡ്ജിൻ്റെ പാരലായിട്ട് അടിയിൽ കൂടെ പോകുന്ന ലൈനാണ് ആക്സിസ്, അല്ലെങ്കിൽ സോളിഡിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് ആക്സിസ്. ഇനിയും സോളിഡ് വരയ്ക്കണമെങ്കിൽ നമുക്കിനിയും സോളിഡ് ചെരിച്ച് വരയ്ക്കുക. അതിനുവേണ്ടി നമ്മൾ ബേസിൻ്റെ ലെങ്ത് എത്രയാണ്? 3.5. 3.5 ബേസിൻ്റെ ലെങ്ത്. ഈ എൻഡ് തൊട്ട് മിഡ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.7 ആണ്. നമ്മൾ സ്കെയിൽ എടുക്കുക, ഇങ്ങനെ ചെരിച്ച് 1.7 and 3.5. 1.7 കണ്ടോ, നമ്മൾ ബേസ് ഇവിടെ വരച്ചു. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഇത് 90 ഡിഗ്രി ആയിരിക്കണം. 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സോളിഡിൻ്റെ ബേസ് ആണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഇനി സോളിഡ് ചെരിച്ച് വരയ്ക്കുക. സോളിഡിൻ്റെ ഹൈറ്റ് എത്രയാണ്? 50. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 50 മില്ലിമീറ്റർ. കണ്ടോ, നമ്മൾ സോളിഡ് വരച്ചു. ഇനിയും വേറൊരു ഇതുണ്ട്. നമ്മൾ ആക്സിസ് ലൈൻ 35 ഡിഗ്രി ടിൽറ്റ് ചെയ്ത് വരയ്ക്കുന്നതിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് നമ്മൾ ഈ എൻഡ് അല്ലെങ്കിൽ ഈ ഒരു എഡ്ജ് 35 ഡിഗ്രി വരച്ച് ഇങ്ങനെ അങ്ങ് വരച്ചാലും മതി. ഈ ഒരു ലാറ്ററൽ എഡ്ജ് 35 ഡിഗ്രി ഇങ്ങോട്ട് വരച്ചതിന് ശേഷം ബേസ് എഡ്ജ് ഇങ്ങനെ വരച്ച് സോളിഡ് കംപ്ലീറ്റ് ചെയ്താലും മതി. അല്ലെങ്കിൽ ആക്സിസ് 35 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യുന്നതിൻ്റെ അതേ എഫക്റ്റ് തന്നെയായിരിക്കും ഈ ഒരു ബേസ് ഉണ്ടല്ലോ, ബേസ് 90 - 35 വെച്ച് വരയ്ക്കുന്നത്. മനസ്സിലായോ? ഈ ആക്സിസ് 35 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യുന്നതിൻ്റെ അതേ എഫക്റ്റ് തന്നെയായിരിക്കും നിങ്ങൾ 90 - 35 ചെയ്യുമ്പം എത്ര കിട്ടും? 55 അല്ലേ? ആ 55 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ബേസ് വരയ്ക്കുന്നത്. ആദ്യം അപ്പം 55 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ബേസ് ഇങ്ങോട്ട് വരച്ചു. അതിനുശേഷം നമുക്ക് സോളിഡ് കംപ്ലീറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ആക്സിസ് 35 ഡിഗ്രി വരച്ചോളുക. അപ്പം ആക്സിസ് 35 ഡിഗ്രി എടുത്ത് വരച്ചുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്കെയിൽ വെച്ച് ഇങ്ങനെ നീക്കി വേണം ഈ ലെങ്ത്, കറക്റ്റായിട്ടുള്ള ബേസിൻ്റെ ലെങ്ത് ഇവിടെ കണക്കാക്കാൻ വേണ്ടി. മറ്റേതാണെങ്കിൽ 55 ഡിഗ്രിയിൽ ബേസ് വരയ്ക്കുകയാണെങ്കിൽ ആദ്യം പ്രൊട്രാക്ട് എടുക്കുക, 55 ഡിഗ്രി എടുക്കുക, ബേസ് ആദ്യം അങ്ങ് വരച്ച് ബാക്കി കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇത്ര ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നെയിം ചെയ്യുക. നോക്കിക്കേ, ഈ എൻഡ് എന്ന് പറയുന്നത് P and Q ആണ്. P ബ്രാക്കറ്റിൽ Q, ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ. ഇത് എന്ന് പറയുന്നത് A ബ്രാക്കറ്റിൽ B, ഇത് F ബ്രാക്കറ്റിൽ C, ഈ പോയിന്റ് എന്ന് പറയുന്നത് E ബ്രാക്കറ്റിൽ D, ഈ പോയിന്റ് U ബ്രാക്കറ്റിൽ R, ഇത് T ബ്രാക്കറ്റിൽ S. നമുക്ക് എല്ലാ പോയിന്റ്സും കിട്ടി സോളിഡിൻ്റെ. അപ്പം ഇത് നമുക്ക് ടോപ്പ് വ്യൂ കിട്ടി. ഇനി ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. ടോപ്പ് വ്യൂവിൽ നിന്ന് നേരെ മോളോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ മതി. അതിനുവേണ്ടി ഞാൻ XY ലൈൻ അല്പം ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ എല്ലാ പോയിന്റിൽ നിന്നും മോളോട്ട് പ്രൊജക്റ്റ് ചെയ്യണം. ലൈറ്റായിട്ട് വേണം. ആ പ്രൊജക്ഷൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വളരെ ലൈറ്റ് ആയിരിക്കുക. നോക്കിക്കേ, നമ്മളെല്ലാ പോയിന്റിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരച്ചു. ഇനി എന്ത് ചെയ്യും? നമ്മൾ ഇവിടുത്തെ എല്ലാ കോർണേഴ്സിൽ നിന്നും ഇങ്ങോട്ടും പ്രൊജക്ഷൻ വരയ്ക്കും. ആ വരയ്ക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത് XYക്ക് പാരലായിട്ട് വേണം നമുക്ക് വരയ്ക്കാൻ. നോക്കുക, നമ്മളങ്ങനെ എല്ലാ പ്രൊജക്ഷൻ ലൈൻസും വരച്ചിട്ടുണ്ട്. വളരെ ലൈറ്റ് ആയിരിക്കണം ഈ പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറയുന്നത്. കണ്ടോ, എല്ലാ പ്രൊജക്ഷൻ ലൈൻസും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്.
ഈ ഒരു പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നും കൂടെ വരുന്ന പ്രൊജക്ഷൻ ലൈനാണ് കേട്ടോ. പ്രൊജക്ഷൻ ലൈൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ലൈറ്റായിട്ട് മതി പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പോയിൻ്റ് കോയിൻസൈഡ് ചെയ്യുന്ന ആ പോയിൻറ്റ്സിലെല്ലാം നെയിം ചെയ്യുക. നോക്കുക, അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഫസ്റ്റ് ഈ പോയിൻ്റ് നോക്കുക, പി ആൻഡ് ക്യൂ. അപ്പോൾ പിയിൽ നിന്ന് വരുന്ന ഈ വെർട്ടിക്കൽ ലൈനും ഇവിടുത്തെ പിയിൽ നിന്ന് വരുന്നതും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ്. സോ ദിസ് ഈസ് പി ഡാഷ്. പേന വെച്ച് നെയിം ചെയ്തേക്കാം. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പെൻസിൽ മാത്രമേ യൂസ് ചെയ്യാവൂ. സോ ദിസ് ഈസ് പി ഡാഷ്. ക്യൂ, ഇവിടുത്തെ ക്യൂ, ദിസ് ഈസ് ക്യൂ ഡാഷ്. ആർ, ദിസ് ഈസ് ആർ ഡാഷ്. ദിസ് ഈസ് എസ് ഡാഷ്. This is T dash. U. This is U dash. സോ ഇവിടുത്തെ യുവും ഇവിടുത്തെ യുവും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അതുപോലെ തന്നെ ഇവിടെയും നെയിം ചെയ്യുക. എ എന്ത് ചെയ്യും? ഇവിടുത്തെ എയും ഈ എയും മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ദിസ് ഈസ് എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, E dash, sorry, A, B, C. This is D dash. ഇത് E dash. This one is F dash. സോ നമുക്ക് ബോട്ടം ഫേസും കിട്ടി, ടോപ്പ് ഫേസും കിട്ടി. ടോപ്പ് ഫേസ് A, B, C, D, E, F. ബോട്ടം ഫേസ് P, Q, R, S, T, U. ഓക്കെ, ഇത്രയും കിട്ടി. ഇനിയാണ് നമ്മളുടെ വിസിബിലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 റൂൾസ് ആണുള്ളത്. വിസിബിലിറ്റി പ്രിൻസിപ്പിൾ അതെല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കുന്നതാണ്. വിസിബിലിറ്റി പ്രിൻസിപ്പിൾ, അതായത് ഏതൊരു സോളിഡ് വരയ്ക്കണമെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വിസിബിലിറ്റി പ്രിൻസിപ്പിൾ വേണം. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. വ്യക്തമായിട്ട് കേൾക്കുക എന്താണ് വിസിബിലിറ്റി പ്രിൻസിപ്പിൾ എന്ന്. നമ്മൾ നോക്കിക്കേ, ഈ സോളിഡിൽ നിന്നും മോളോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് കിട്ടിയത് അല്ലേ. സോ നമ്മളുടെ പ്രൊജക്ഷൻ ലൈൻസ് എല്ലാം മോളോട്ടാണ്. അതിൻ്റെ മീനിങ് എന്താ? ഒബ്സർവർ താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടാൻ പോകുന്നത് അല്ലേ. സോ ഒബ്സർവർ താഴെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, മുമ്പിൽ നിന്ന് പുറകോട്ട് നോക്കുകയാണ്. ഒബ്സർവർ മുമ്പിൽ നിന്ന് നോക്കുകയാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങോട്ട് നോക്കുകയാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. സോ വിസിബിലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് റൂൾ നമ്പർ 1, എല്ലാ സറൗണ്ടിങ് എഡ്ജസും വിസിബിൾ ആയിരിക്കണം. സോളിഡിന് ചുറ്റുമുള്ള എല്ലാ എഡ്ജസും അല്ലെങ്കിൽ ഔട്ടർ എഡ്ജസ് എല്ലാം വിസിബിൾ ആയിരിക്കണം. നോക്കിക്കേ, ഞാൻ ഔട്ടർ എഡ്ജസ് വരയ്ക്കുകയാണ്. ഇത് 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 നമ്മൾ ഡോട്ടുകൾ വരച്ചിരിക്കുന്നതിനകത്തെ ഏറ്റവും പുറത്തുള്ള എഡ്ജസ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്തു. ഡോട്ടുകൾ വരച്ചിരിക്കുന്നതിനകത്തെ ഏറ്റവും പുറത്തുള്ള എഡ്ജസ് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി റൂൾ നമ്പർ 2, ഒബ്സർവറിൻ്റെ ഏറ്റവും അടുത്തുള്ള കോർണറിൽ നിന്നും വരുന്ന എഡ്ജസ് എല്ലാം വിസിബിൾ ആയിരിക്കും. ഒബ്സർവർ ഇവിടെ നിന്നാണ് നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഒബ്സർവർ ഇവിടെ നിന്നാണ് നോക്കുന്നത്. സോ ഒബ്സർവറിൻ്റെ ഏറ്റവും അടുത്തുള്ള കോർണർ എന്ന് പറയുന്നത് ഏതാണ്? എയും ബിയും അല്ലേ. സോ എയിൽ നിന്നും ബിയിൽ നിന്നും വരുന്ന എല്ലാ എഡ്ജസും വിസിബിൾ ആയിരിക്കണം. സോ എയിൽ നിന്നും ബിയിൽ നിന്നും വരുന്ന എഡ്ജസ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ബേസ് ഫിഗറിലേക്ക് പോകുക. ഈ ഫിഗറിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എയിൽ നിന്നും ബിയിൽ നിന്നും പോകുന്ന എഡ്ജസ് ഏതൊക്കെയാണ്. സോ ആദ്യം ഞാൻ ഇതിനകത്ത് എയിൽ നിന്നും ബിയിൽ നിന്നുള്ളതിനകത്ത് എ ആണ് ആദ്യം എടുക്കുന്നത്. നോക്കിക്കേ, എയിൽ നിന്നുള്ള എഡ്ജസ് നോക്കിക്കേ, എ ബി, എ എഫ് ആൻഡ് എയിൽ നിന്നുള്ള പി, എ പി. ഈ പോയിന്റിൽ തന്നെ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഒരു വെർട്ടിക്കൽ എഡ്ജ് ഇല്ലേ. സോ എ ബി, എ എഫ്, എ പി, ഈ 3 എഡ്ജസ് വിസിബിൾ ആയിരിക്കണം. നോക്കിക്കേ, എ എന്ത് ചെയ്യും? ഈ ഫിഗറിൽ എ
എയിൽ നിന്നുള്ള എ ബി വിസിബിൾ ആയിരിക്കണം. സോ എ ബി വിസിബിൾ ആക്കി ഞാൻ. എ ബി വിസിബിൾ ആണ്. എ ബി വിസിബിൾ ആക്കി. അതിനുശേഷം എ എഫ് വിസിബിൾ ആക്കി. എ ബി എ എഫ് ആൻഡ് എ പി വിസിബിൾ ആക്കി. എ പി വിസിബിൾ ആക്കി. ഓക്കെ, ഇനി രണ്ടാമത്തെ കോർണർ ഏതാ? ബി എന്നുള്ള കോർണറാണ്. ബിയിൽ നിന്നുള്ള എഡ്ജസ് നോക്കിക്കേ. ബി എ, ബി സി ആൻഡ് ബി ക്യൂ. ബി എ ഏതാണ്? ബി എ ഓൾറെഡി ഞാൻ എ ബി എന്നുള്ളത് വിസിബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഏതാണ്? ബി സി. നോക്കിക്കേ, ബി സി ആൻഡ് ബി ക്യൂ. വിസിബിൾ ആക്കി. റൂൾ നമ്പർ 2 കഴിഞ്ഞു. ഇനിയും റൂൾ നമ്പർ 3. ഒബ്സർവറിന്റെ ഏറ്റവും അകലെയുള്ള കോർണേഴ്സിൽ നിന്ന് വരുന്ന എഡ്ജസ് ഇൻവിസിബിൾ ആയിരിക്കണം. ഒബ്സർവർ ഇവിടെ നിന്നാണ് നോക്കുന്നത്. നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ഒബ്സർവർ നോക്കുന്നത്. സോ ഒബ്സർവറിന്റെ ഏറ്റവും അകലെയുള്ള കോർണർ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇതിനകത്ത് ഏറ്റവും അകലെയുള്ളത് ടി ആൻഡ് എസ് അല്ലേ. സോ ടിയിൽ നിന്നും എസിൽ നിന്നും വരുന്ന എല്ലാ എഡ്ജസും ഇൻവിസിബിൾ ആയിരിക്കണം. നോക്കിക്കേ, ടി നോക്കുക, ഇതാണ് ടി. ടിയിൽ നിന്നുള്ള എഡ്ജസ് നോക്കിക്കേ, ടി എസ്, ടി യു ആൻഡ് ടി ഇ. അത് ഇൻവിസിബിൾ ആയിരിക്കണം. ടി എസ് ഇൻവിസിബിൾ ആയിരിക്കണം. ഇൻവിസിബിൾ എഡ്ജസ് ഡോട്ടഡ് ലൈൻസ് വെച്ച് കാണിക്കുക. ടി എസ്, ടി യു ആൻഡ് ടി എസ്, ടി യു, ടി ഇ. ടി ഇ എന്ന് പറയുന്നത് ഈ പോയിന്റ് തൊട്ട് ഇ വരെയുള്ളതാണ് ടി ഇ എന്ന് പറയുന്നത്. പക്ഷേ ഈ പോയിന്റ് തൊട്ട് എ വരെ ഓൾറെഡി വിസിബിൾ ആണ്. സോ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം ഇൻവിസിബിൾ ആക്കി കാണിക്കുക. ഓക്കെ, ഇനി അടുത്ത ഏതാ? എസ് എന്ന് പറയുന്ന കോർണറാണ് ഒബ്സർവറിന്റെ അടുത്ത അകലെയുള്ളത്. എസ് നോക്കുക, ഇതാണ് എസ് എന്ന് പറയുന്ന പോയിന്റ്. എസിൽ നിന്നുള്ള എഡ്ജസ് എസ് ആർ, എസ് ടി ആൻഡ് എസ് ഡി. എസ് ആർ, ഇതാണ് എസ് ആർ. എസ് ആർ, എസ് ടി. എസ് ടി ഓൾറെഡി നമ്മൾ ടി എസ് ഇൻവിസിബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് എസ് ഡി ആണ്. എസ് ഡി പറയുമ്പോൾ എസ് തൊട്ട് ബി വരെ നമ്മൾ വിസിബിൾ ആക്കിയിട്ടുണ്ട്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോയിട്ട് എസ് തൊട്ട് ബാക്കിയുള്ള പോർഷൻ. ഇനി ലാസ്റ്റ് ഒരു റൂൾ കൂടെ ഉണ്ട്. അത് റൂൾ എന്ന് പറയാനായിട്ട് നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. നോ വിസിബിൾ എഡ്ജസ് ക്രോസ് ഈച്ച് അതർ. അതായത് എവിടെയെങ്കിലും വിസിബിൾ എഡ്ജസ് തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിസിബിൾ എഡ്ജിൻ്റെ മുകളിൽ കൂടെ മറ്റൊരു വിസിബിൾ എഡ്ജ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ചത് തെറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത വിസിബിലിറ്റി റൂൾ തെറ്റാണ്. അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നോക്കിക്കേ, ഒറ്റ സ്ഥലത്ത് പോലും ഇല്ല വിസിബിൾ എഡ്ജിൻ്റെ മുകളിൽ കൂടെ മറ്റൊരു വിസിബിൾ എഡ്ജ് പോകുന്നത്. സോ നമ്മൾ വരച്ചത് ശരിയാണ്. ഇതാണ് വിസിബിലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഏതൊരു പ്രോബ്ലം ചെയ്യുന്നെങ്കിലും നമുക്ക് വിസിബിലിറ്റി പ്രിൻസിപ്പിളിൻ്റെ ആവശ്യമുണ്ട്. കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ ആയി. നമുക്കിനി ഇതിനകത്ത് ഡയമെൻഷൻസ് കാണിക്കണം. സോളിഡിൻ്റെ ഹൈറ്റ് എത്രയായിരുന്നു? 50 മില്ലിമീറ്റർ ആയിരുന്നു. സോ നമുക്ക് ആ 50 മില്ലിമീറ്റർ ഇവിടെ വൃത്തിയായിട്ട് കാണിക്കുക. 50 മില്ലിമീറ്റർ. ബേസ് എഡ്ജിൻ്റെ ഹൈറ്റ് എത്രയായിരുന്നു? 20 മില്ലിമീറ്റർ ആയിരുന്നു. സോ ആ 20 മില്ലിമീറ്റർ വൃത്തിയായിട്ട് കാണിക്കുക. 20 മില്ലിമീറ്റർ. അതൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ നീറ്റായിട്ട് വരയ്ക്കുക. ഇങ്ങനെ 2 മാർക്കൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് 20 മില്ലിമീറ്റർ കാണിക്കുക. ഓക്കെ, ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 മാർക്കായി. ഇനി നിങ്ങൾക്ക് വരുന്നത് ഇതിൻ്റെ ഒരു ടിൽറ്റിയും കൂടെ ഉണ്ട്. 6 ഫിഗറുള്ള ക്വസ്റ്റ്യൻ ആണ് യൂഷ്വലി നിങ്ങൾക്ക് ചോദിക്കാറ്. ഇതിപ്പോൾ 4 ആയിട്ടുള്ളൂ.